നമസ്കാരം. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനോട് വ്യവസായി മാപ്പ് പറഞ്ഞ ദൃശ്യങ്ങൾ പുറത്തുവിട്ട സംഭവത്തിൽ മാപ്പ് ചോദിച്ച് BJP തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമലൈ. വ്യവസായി അന്നപൂർണ ശ്രീനിവാസനെ അണ്ണാമലൈ ഫോണിൽ വിളിച്ചു. തമിഴ്നാട്ടിലെ വ്യവസായികൾക്കിടയിൽ എതിർപ്പ് ശക്തമായതോടെയാണ് നീക്കം. വിവാദം അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതായും അണ്ണാമലൈ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂരിൽ അണ്ണാമലയെ ശ്രീനിവാസൻ പിന്തുണച്ചിരുന്നു. നിർമ്മല സീതാരാമനെ വിമർശിച്ചതിനാണ് കോയമ്പത്തൂരിലെ വ്യവസായിയായ അന്നപൂർണ ശ്രീനിവാസൻ ധനമന്ത്രിയെ നേരിൽ കണ്ട് മാപ്പ് പറഞ്ഞത്. ശ്രീനിവാസൻ എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പുന്നത് പുറത്തു വന്ന ദൃശ്യങ്ങളിൽ കാണാം. GST നിരക്കിനെ ശ്രീനിവാസൻ വിമർശിക്കുന്ന വീഡിയോ നേരത്തെ വൈറലായിരുന്നു. മന്ത്രിയെ വേദിയിലിരുത്തിയായിരുന്നു ശ്രീനിവാസന്റെ വിമർശനം. മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. സത്യം പറഞ്ഞ വ്യവസായിയെ ഭീഷണിപ്പെടുത്തി മാപ്പ് പറയിച്ചു എന്നാണ് കോൺഗ്രസിന്റെ വിമർശനം. തമിഴ്നാട്ടിലെ പ്രശസ്തമായ അന്നപൂർണ റെസ്റ്റോറന്റ് ഉടമയും ധനമന്ത്രി നിർമ്മല സീതാരാമനും തമ്മിലുള്ള സംഭാഷണം ചോർന്നത് തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ വിവാദമായി. പിന്നാലെയാണ് മാപ്പ് ചോദിച്ച സംഭവത്തിൽ നിന്നും അണ്ണാമലൈ തലയൂരാൻ ശ്രമിച്ചത്. ഒരു സർക്കാർ പരിപാടിയിൽ ഭക്ഷ്യവസ്തുക്കളുടെ GST സംബന്ധിച്ച് പരസ്യമായി ആശങ്ക പ്രകടിപ്പിച്ചതിനു ശേഷം ഒരു സ്വകാര്യ സംഭാഷണത്തിനിടെ ധനമന്ത്രി നിർമ്മല സീതാരാമനോട് അന്നപൂർണ ഉടമ ശ്രീനിവാസൻ ക്ഷമാപണം നടത്തുന്ന വീഡിയോയാണ് വിവാദമായത്. തമിഴ്നാട് BJP നേതാക്കളാണ് വീഡിയോ പുറത്തുവിട്ടത്. BJP നേതാക്കളുടെ അഹങ്കാരവും അനാദരവുമാണ് വീഡിയോയിൽ ഉള്ളതെന്ന് വിശേഷിപ്പിച്ച് DMKയും കോൺഗ്രസും രൂക്ഷ വിമർശനമുയർത്തി. വിവാദത്തിന് പിന്നാലെ സ്വകാര്യ സംഭാഷണം പങ്കുവച്ചതിൽ തമിഴ്നാട് BJP അധ്യക്ഷൻ കെ അണ്ണാമലൈ ക്ഷമാപണം നടത്തി. കോയമ്പത്തൂരിൽ ബിസിനസ് മേധാവികളും ധനമന്ത്രി നിർമ്മല സീതാരാമനും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് വിവാദത്തിനാസ്പദമായ സംഭവം. യോഗത്തിൽ റെസ്റ്റോറന്റുകൾ നേരിടുന്ന GSTയിലെ വൈരുദ്ധ്യങ്ങൾ അന്നപൂർണ മേധാവി ശ്രീനിവാസൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ക്രീം നിറച്ച ബണ്ണിന് 18% GST ഈടാക്കുമ്പോൾ ബണ്ണ് മാത്രം വാങ്ങുമ്പോൾ GST ഇല്ലെന്നും ശ്രീനിവാസൻ പറഞ്ഞു. ഇത് ഉപഭോക്താവിന് നൽകുമ്പോൾ ബണ്ണ് മാത്രം മതി, ക്രീമും ജാമും ഞങ്ങൾ ചേർത്തോളാമെന്നാണ് അവർ പറയുന്നതെന്ന് ശ്രീനിവാസൻ യോഗത്തിൽ പറഞ്ഞപ്പോൾ സംരംഭകരിലും ധനമന്ത്രിയിലും ചിരി ഉയർന്നു. തമിഴ്നാട് ഹോട്ടൽ ഓണേഴ്സ് ഫെഡറേഷൻ അധ്യക്ഷൻ കൂടിയാണ് ശ്രീനിവാസൻ. സങ്കീർണമായ GST ഘടന കാരണം ഉപഭോക്താക്കൾക്ക് ബില്ല് നൽകുന്നതിലെ ബുദ്ധിമുട്ടുകളും അന്നപൂർണ റെസ്റ്റോറന്റ് ഉടമ ചൂണ്ടിക്കാട്ടി. പ്രശ്നങ്ങൾ പരിഗണിക്കാമെന്ന് ഉറപ്പ് നൽകിയ ധനമന്ത്രി ഒരു സംസ്ഥാനത്തെ മാത്രം അടിസ്ഥാനമാക്കിയല്ല GST കണക്കാക്കുന്നതെന്നും മറുപടി നൽകുകയുണ്ടായി. യോഗത്തിന് ശേഷം കോയമ്പത്തൂർ സൗത്ത് MLA വനതി ശ്രീനിവാസന്റെ സാന്നിധ്യത്തിൽ അന്നപൂർണ ഉടമയും ധനമന്ത്രി നിർമ്മല സീതാരാമനും സ്വകാര്യ സംഭാഷണം നടത്തുകയുണ്ടായി. എൻ്റെ അഭിപ്രായ പ്രകടനങ്ങളിൽ ദയവായി എന്നോട് ക്ഷമിക്കൂ. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുള്ള ആളല്ല എന്ന് ശ്രീനിവാസൻ പറയുന്നതായി പുറത്തു വന്ന വീഡിയോയിൽ കേൾക്കാം. സ്വകാര്യ സംഭാഷണത്തിൻ്റെ ഈ വീഡിയോ BJP തമിഴ്നാട് സോഷ്യൽ മീഡിയ സെൽ കൺവീനറാണ് പുറത്തുവിട്ടത്. ഇതിന് പിന്നാലെ രൂക്ഷ വിമർശനമാണ് BJPക്കെതിരെ ഉയർന്നത്. ന്യായമായ ഒരു ചോദ്യം ചോദിച്ചതിന് ഒരു സംരംഭകനെ എന്തിനാണ് ഇത്തരത്തിൽ വീഡിയോ പുറത്തുവിട്ട് അപമാനിക്കുന്നത് എന്നതായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്ന പ്രതികരണങ്ങൾ. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം വിഷയത്തിൽ രൂക്ഷ വിമർശനം നടത്തിയതോടെ ഇത് ദേശീയതലത്തിലും ചർച്ചയായി. ഒരു ചെറുകിട സംരംഭത്തിന്റെ ഉടമ പൊതുപ്രവർത്തകയോട് GST ലളിതമാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ BJP എങ്ങനെയാണ് നേരിടുന്നതിന്റെ ഉദാഹരണമായി രാഹുൽ സംഭവത്തെ ചൂണ്ടിക്കാട്ടി. ശതകോടീശ്വരന്മാർക്ക് നിയമം വളച്ചൊടിച്ച് രാജ്യത്തിന്റെ സമ്പത്ത് കൈക്കലാക്കാൻ സഹായിക്കുന്നവരാണ് ചെറുകിട സംരംഭകരോട് ഈ രീതിയിൽ പെരുമാറുന്നതെന്നും രാഹുൽ എക്സിലൂടെ വ്യക്തമാക്കിയിരുന്നു. വ്യാപക വിമർശനങ്ങൾ ഉയർന്നതോടെയാണ് തമിഴ്നാട് BJP അധ്യക്ഷൻ അണ്ണാമലൈ ക്ഷമാപണം നടത്തിയത്. ഒരു ബിസിനസ് ഉടമയും ധനമന്ത്രിയും തമ്മിലുള്ള സ്വകാര്യ സംഭാഷണം പുറത്തുവിട്ട ഞങ്ങളുടെ ഭാരവാഹിയുടെ പ്രവൃത്തിയിൽ ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നുവെന്നായിരുന്നു അണ്ണാമലൈ എക്സിൽ കുറിച്ചത്. അന്നപൂർണ ശ്രീനിവാസൻ എന്ന തമിഴ്നാട്ടിലെ ബിസിനസ് സമൂഹത്തിന്റെ നെടുംതൂണാണ്. സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും സാമ്പത്തിക വളർച്ചയിൽ അദ്ദേഹം ഗണ്യമായ സംഭാവന നൽകുന്നുണ്ടെന്നും അണ്ണാമലൈ കൂട്ടിച്ചേർത്തു.